നമസ്കാരം. ഓസ്ട്രേലിയയെ നടുക്കി ഒരു വെടിവെപ്പുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിലാണ് വെടിവെയ്പ്പ് ഉണ്ടായത്. വെടിവെയ്പ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ജൂത ആഘോഷത്തിനിടെയാണ് വെടിവെയ്പ്പുണ്ടായത് എന്ന് ന്യൂസ് AU റിപ്പോർട്ട് ചെയ്തു. തോക്കുധാരികളിൽ ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരാൾ വെടിയേറ്റ നിലയിൽ കസ്റ്റഡിയിലാണ്. പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അധികൃതർ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തോക്കുധാരികൾ ഒന്നിലേറെ തോക്കുകൾ ഉപയോഗിച്ച് ഒരേ സമയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസ് പോലീസാണ് ഉടൻ സ്ഥലത്ത് പാഞ്ഞെത്തിയത്. ഹെലികോപ്റ്ററുകൾ, തീവ്രപരിചരണ പാരാമെഡിക്കുകൾ, പ്രത്യേക ഓപ്പറേഷൻ ടീമുകൾ എന്നിവ ഉൾപ്പെടെ 26 യൂണിറ്റുകളെ അവിടെ വിന്യസിച്ചു. പരിക്കേറ്റവർക്ക് സംഭവ സ്ഥലത്ത് തന്നെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സെന്റ് വിൻസെന്റ്സ്, റോയൽ പ്രിൻസ് ആൽഫ്രഡ്, സെന്റ് ജോർജ് തുടങ്ങിയ ആശുപത്രികളിലേക്ക് ഇവരെ കൊണ്ടുപോവുകയായിരുന്നു. ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരവുമായ സംഭവം എന്നാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇതിനെ വിശേഷിപ്പിച്ചത്. പോലീസ് നൽകുന്ന ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ പൊതുജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ജൂത ആഘോഷമായ ഹാനക്കയ്ക്കിടെയാണ് ആക്രമണം നടന്നത് എന്നാണ് ഓസ്ട്രേലിയൻ ജൂറി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് അലക്സ് റൈബ്ചിങ് സ്ഥിരീകരിക്കുന്നത്. സിഡ്നിയുടെ കിഴക്കൻ തീരത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ബോണ്ടി ബീച്ച്. അവിടെ ഇത്രയും വലിയൊരു വെടിവയ്പ് നടന്നത് ഓസ്ട്രേലിയയെ മൊത്തത്തിൽ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. വ്യാപക അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് സന്ദർശകർ എത്തുന്ന സ്ഥലം കൂടിയാണ് ഇത്. ആരാണ് അക്രമികളെന്നോ എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നോ നിലവിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുകയാണ് എന്നാണ് ഓസ്ട്രേലിയയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓസ്ട്രേലിയയെ നടുക്കി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും ഒടുവിലെ വാർത്ത പുറത്തേക്ക് വരികയാണ്.